വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മഹാരാഷ്ട്രയിലേക്കാണ്. അവിടെ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. നാളെ മഹായുതി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. ഇടഞ്ഞുനിന്ന ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരാകും എന്നുള്ള വിവരവും ഈ നിമിഷം പുറത്തു വരികയാണ്. എന്തായാലും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണയും ഈ തവണയും ഒക്കെ മഹാനാടകങ്ങളാണ് അരങ്ങേറിയത്. ആ നാടകങ്ങൾക്ക് അന്ത്യമാകുന്നു. പി ബസന്ത് ഏകനാഥ് ഷിൻഡെ ഇടഞ്ഞു, അദ്ദേഹം യോഗത്തിനെത്താൻ തയ്യാറായില്ല, അദ്ദേഹത്തെ വീട്ടിലെത്തി ദേവേന്ദ്ര ഫഡ്നാവിസ് കാണുന്നു. അങ്ങനെ പലവിധ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നത്. എല്ലാം സമവായത്തിന്റെ പാതയിലേക്ക് എത്തിയോ? ഫഡ്നാവിസ് പൂർണ്ണമായും ഒരു അധികാര കേന്ദ്രമായി, മഹാരാഷ്ട്രയിലെ തല മുതിർന്ന അധികാര കേന്ദ്രമായി മാറുകയാണോ BJP-യിലും? ശരി, ബസന്തിലേക്ക് വരാം. ദേവേന്ദ്ര ഫഡ്നാവിസ് 54-കാരനാണ്. 2014 ഒക്ടോബർ 31 മുതൽ അദ്ദേഹം അധികാര സ്ഥാനങ്ങളിലേക്ക് വന്നു. നവംബർ 23 മുതൽ നവംബർ 28 വരെ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി. 2022 അദ്ദേഹം മുഖ്യമന്ത്രി ഷിൻഡെയ്ക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രി ആവുകയായിരുന്നു. അത് സീറ്റുകളുടെ എണ്ണത്തിൽ BJP മുമ്പിലായിരുന്നെങ്കിൽ പോലും ശിവസേനയിൽ നിന്ന് ഒരു വിഭാഗം അടർന്ന് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ മഹായുതിയിലേക്ക് എത്തിയതോടുകൂടി ആ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി മാറുകയായിരുന്നു. ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയായിരുന്നു. ഒരുപക്ഷെ 2019 നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു നീക്കം, രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ ഒരു ചലനം അതുണ്ടായതെന്ന് മഹാരാഷ്ട്രയിലായിരുന്നു. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2014 അദ്ദേഹം മഹാരാഷ്ട്രയിൽ ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. 2014 ഒക്ടോബർ 31 മുതൽ. അതെ, ആ സമയം ഏറ്റവും ചെറുപ്പം അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് വന്നത്. മഹാരാഷ്ട്രയിലെ BJP-യുടെ 54 വയസ്സാണ് അദ്ദേഹത്തിന്. 44 ഏറ്റവും പ്രധാനപ്പെട്ട RSSുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ചരടുവലികളിൽ നിർണായക പങ്ക് വഹിക്കുന്ന നേതാവാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിനിടയിലാണ് ഷിൻഡെയുടെ ഭാഗത്തു നിന്ന് ചില എതിർപ്പുകൾ ഉണ്ടോ എന്ന വാർത്തകളൊക്കെ വന്നു. ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, എല്ലാം സമവായത്തിന്റെ പാതയിൽ തന്നെ ആയിരുന്നോ കാര്യങ്ങൾ മുന്നോട്ട് പോയത്? ഏകനാഥ് ഷിൻഡെയുടെയോ അല്ലെങ്കിൽ ഷിൻഡെ ശിവസേന ഭാഗത്ത് നിന്ന് ഉള്ള എതിർപ്പുകളൊക്കെ പൂർണ്ണമായും പരിഹരിക്കാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞോ? 11 ദിവസത്തെ സസ്പെൻഷന് ശേഷമാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP-യുടെ നിയമസഭാ കക്ഷി യോഗം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് മുംബൈയിൽ രാവിലെ BJP-യുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പാർട്ടിയുടെ കേന്ദ്ര നിരീക്ഷകരായ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. തുടർന്ന് ആ യോഗത്തിൽ വെച്ചാണ് ദേവേന്ദ്ര ഫഡ്നാവിസിനെ BJP-യുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാനുള്ള തീരുമാനമായത്. അതിനുശേഷം നിയമസഭാ കക്ഷി യോഗം ഔദ്യോഗികമായി ചേർന്ന് ഈ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിക്കുക, അതായത് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. വൈകിട്ട് 3:30 ഈ ദേവേന്ദ്ര ഫഡ്നാവിസും അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ട് രേഖാമൂലം ഔദ്യോഗികമായി സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശം ഉന്നയിക്കുന്നതായിരിക്കും. ഗവർണറുടെ ക്ഷണം ഏതായാലും ലഭിക്കുമെന്ന ഉറപ്പാണ്. നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈയിലെ ആസാദ് മൈതാനിൽ വെച്ച് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി BJP-യുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകനാഥ് ഷിൻഡെ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഈ മന്ത്രിസഭയിലേക്ക് വരുന്നതിൽ ഉള്ള എതിർപ്പ് അദ്ദേഹം അറിയിച്ചിരുന്നു. അതേ തുടർന്നാണ് ഈ തീരുമാനം വൈകിയത് അല്ലെങ്കിൽ നീണ്ടുപോകുന്നതെന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഏകനാഥ് ഷിൻഡെ ഫഡ്നാവിസ് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കാണുകയും തന്റെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി ചേരണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഉള്ള തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള സമ്മതം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് വീണ്ടും എത്തുന്നു. നാളെ തന്നെ മഹായുതി സർക്കാർ അധികാരം ഏറ്റെടുക്കും.